രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിൽ. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് മൊഴിയെടുക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ പിടികൂടേണ്ട എന്ന നിലപാടിലാണ് SIT. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസ്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. AIG G പൂങ്കൊഴിലിക്കാണ് രണ്ടാം കേസിലെ അന്വേഷണ ചുമതല. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതിജീവിതയുടെ മൊഴിയടങ്ങുന്ന പോലീസ് റിപ്പോർട്ട് കോടതിയിൽ പ്രോസിക്യൂഷന് ബലം നൽകുന്നതാകും. 2023 നടന്ന സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തെളിവ് ശേഖരണം. 10ാം ദിവസവും ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സംരക്ഷണവും നൽകാത്ത നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. പോലീസിന്റെ കഴിവുകേടല്ല ഇത്. ഈ തെരഞ്ഞെടുപ്പ് 11ാം തീയതി വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. 15-ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടേണ്ടതില്ല എന്ന നിലപാടിലാണ് SIT. രാഹുലിനെ സഹായിച്ചവരെയും നിരീക്ഷണത്തിൽ നിർത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.